Miss audible. ഫിഷസ് ഓൺലൈനിലുണ്ടല്ലോ, പറയൂ എന്തായിരുന്നു LCA? പറഞ്ഞോളൂ, അറിയുന്ന പോലെ പറ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു LCA. ഫിഷസ് ഋഷിൻ നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? ഋഷിൻ ഓഡിയബിൾ അല്ലേ? പറയുന്നത് ഓഡിയബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഋഷിൻ ആർക്കാന്ത്, ഞാൻ അറ്റൻഡൻസ് ഇടുന്നില്ല കേട്ടോ. ഞാൻ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ഞാൻ അറ്റൻഡൻസ് ഇടില്ല. അതിന്റെ മീനിങ് നിങ്ങൾ ഫോണും തുറന്നു വെച്ച് പോകുന്നതാണോ അതോ വിളിച്ചിട്ട് കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല? എന്താണ്? ഋഷിൻ ആൻഡ് സിസ്റ്റേഴ്സ്. Then Nanda. Nanda Nair. നീക്ക് എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്? എന്താണ് പ്രശ്നം? കേൾക്കുന്നില്ലേ? തനുശ്രീ 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 അർപ്പിത്. ഹലോ. അർപ്പിത് കേൾക്കുന്നുണ്ടല്ലോ. ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ആണോ? ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എന്താണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്? ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, ലൈഫ് സൈക്കിൾ ആ വേർഡിൽ തന്നെയുണ്ട് മീനിങ്. ലൈഫ് സൈക്കിൾ ഒരു പ്രൊഡക്റ്റിന്റെ, ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ മൊത്തത്തിലുള്ള ലൈഫ് അനലൈസ് ചെയ്യാനുള്ള ടെക്നിക് ആയിരുന്നു ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ആ പ്രൊഡക്റ്റ് എൻഡ് ചെയ്യുന്നത് വരെയുള്ള അതിന്റെ ലൈഫ് അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്, ആ ടൂളിനാണ് പറയുന്നത്, ആ ടെക്നിക്കിനാണ് പറയുന്നത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഓർ അനാലിസിസ്. മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ. യെസ്, പ്രോസസ്സിംഗ്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ എല്ലാ സ്റ്റേജും അനലൈസ് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ അതിന്റെ എല്ലാ സ്റ്റേജും അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്, അവസാനം വരെ അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്കിനായിരുന്നു പറയുന്നത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത് അണ്ടർ EMS ആയിരുന്നു, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അണ്ടറിലായിരുന്നു ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഫോളോ ചെയ്തത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെക്യുലർ എക്കണോമി. വിസിബിൾ അല്ലേ? ഓക്കെ. Circular economy is an economic system aimed at eliminating waste and the continual use of resources. Circular economy എന്ന് പറയുന്നത് എന്താണ്? Circular economy is an economic system aimed at eliminating waste. Environmental ഉണ്ടാവുന്ന വേസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ സെക്യുലർ എക്കണോമിന്റെ ബെസ്റ്റ് എയിം, ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് കുറക്കുക, ഒരു വേസ്റ്റ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ എന്തായാലും വേസ്റ്റ് ഇല്ലാതെ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകില്ല. ഏതൊരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ഒരു ഓർഗനൈസേഷനിൽ എന്തായാലും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ.
പക്ഷെ ആ ബൈ പ്രൊഡക്ട്സ് നമ്മൾ എൻവയോൺമെന്റിൽ തള്ളാതെ ആ ബൈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, അതൊരു റോ മെറ്റീരിയൽ ആയിട്ട് വേറൊരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന വേസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന കോ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന വേസ്റ്റ് ഒക്കെ വേറൊരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വേറൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് ഈ വേസ്റ്റ് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് സർക്കുലർ എക്കണോമി പറയുന്നത്. സർക്കുലർ എക്കണോമിന്റെ എയിം എന്ന് പറയുന്നത്. Okay, which is an economic system aimed at eliminating waste and the continual use of resources. നമ്മുടെ നാച്ചുറിന് യൂസ് ചെയ്യുന്ന റിസോഴ്സസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? നേച്ചറിലുള്ള റിസോഴ്സസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. ഒരു ടൈം അറ്റ് എ ടൈം യൂസ് ചെയ്തിട്ട് നമ്മളത് ഡംപ് ചെയ്യാതെ അല്ലെ കളയാതെ ആ പ്രൊഡക്റ്റിന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ബാക്കിയുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, വേറൊരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വേറൊരു പ്രൊഡക്ഷനിലുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനാണ് പറയുന്നത് സർക്കുലർ എക്കണോമി എന്ന് പറയും. ഓക്കെ, ഓൾ വേസ്റ്റ് ഷുഡ് ബിക്കം ഫുഡ് ഫോർ അനദർ പ്രോസസ്. ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും മറ്റൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് മറ്റൊരു പ്രൊഡക്ഷനിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾ വേസ്റ്റ് ഷുഡ് ബിക്കം ഫുഡ് ഫോർ അനദർ പ്രോസസ്. അപ്പൊ നമുക്ക് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സർക്കുലർ എക്കണോമി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറക്കാൻ പറ്റും. ഓക്കെ, ഈ സർക്കുലർ എക്കണോമി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള മെയിൻ എയിം എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറക്കുക എന്ന് തന്നെയാണ്. ഓക്കെ, എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഓൾ വേസ്റ്റ് ഷുഡ് ബിക്കം ഫുഡ് ഫോർ അനദർ വേസ്റ്റ്. വേസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് റോ മെറ്റീരിയൽ ആയിട്ട് അടുത്ത പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്യാം. ദ ട്രഡീഷണൽ ലീനിയർ എക്കണോമി ഈസ് ടേക്ക്, മേക്ക് ആൻഡ് ഡീകമ്പോസ് മോഡൽ ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ മുന്നേ ഫോളോ ചെയ്തിരുന്നത് കുറച്ചു കാലം മുന്നേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷണൽ എക്കണോമി എന്ന് പറയുന്നത് ലീനിയർ എക്കണോമി ആയിരുന്നു. ലീനിയർ എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുക, മേക്ക് ആൻഡ് ഡീകമ്പോസ് നമ്മൾ എടുക്കുക, അത് ഉപയോഗിക്കുക, ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, വേസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീനിയർ എക്കണോമി ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തത്. പക്ഷെ ലീനിയർ എക്കണോമി ഫോളോ ചെയ്യുമ്പോഴും മനസ്സിലാക്കി, നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒരു ലിമിറ്റിൽ കൂടുന്നു, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒരു അതിക്രമിച്ചു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് കാരണം നമ്മളിപ്പം ഫോളോ ചെയ്യുന്നത് എന്താണ്, മിക്ക ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്നത് സർക്കുലർ എക്കണോമിയാണ്. സർക്കുലർ എക്കണോമി പറയുമ്പോൾ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രൊഡക്ട്സിൽ നിന്ന് ഉണ്ടാവുന്ന വേസ്റ്റ് വേറൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദ ട്രഡീഷണൽ ലീനിയർ എക്കണോമി ഈസ് ടേക്ക്, മേക്ക് ആൻഡ് ഡീകമ്പോസ് മോഡൽ ഓഫ് പ്രൊഡക്ഷൻ. ഫ്രം എ ലീനിയർ എക്കണോമി ടു സർക്കുലർ എക്കണോമി. ലീനിയറിന് സർക്കുലറിലേക്കുള്ള ഒരു ഫിഗർ ആണ് പറയുന്നത്. ലീനിയർ എക്കണോമിയിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു, റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ, യൂസ് ആൻഡ് നോൺ റീസൈക്ലബിൾ വേസ്റ്റ്. ആദ്യം നമ്മൾ ലീനിയർ എക്കണോമിയിൽ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നു. ആ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മളെ കമ്പനിക്ക് എന്താണ് എയിം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനാണ് എയിം, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യും ഓർ മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നോൺ റീസൈക്ലബിൾ വേസ്റ്റ്. ഇതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നില്ല. അത് ഓൾറെഡി നമുക്ക് കിട്ടുന്ന വേസ്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത്, ഡീകമ്പോസ് ചെയ്യുമായിരുന്നു അല്ലെ. മിക്ക ഓർഗനൈസേഷനിലും അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ലീനിയർ എക്കണോമി ഫോളോ ചെയ്യുമ്പോൾ റോ മെറ്റീരിയൽ, പ്രൊഡക്ഷൻ, യൂസ് ആൻഡ് നോൺ റീസൈക്ലബിൾ വേസ്റ്റ്, ഇതായിരുന്നു പ്രൊസീജിയർ. ഓക്കെ, ഇനി അതിനുശേഷമാണ് റീയൂസ് എക്കണോമി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് വന്നു. റീയൂസ് എക്കണോമിയിൽ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്തു, പ്രൊഡക്ഷന് യൂസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്ത്, ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വീണ്ടും പ്രൊഡക്ഷനിലേക്ക് റീസൈക്കിൾ ചെയ്ത് പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്തു. പക്ഷെ ആ കേസിലും എന്താണ്, ഒരു ലിമിറ്റിൽ കൂടുതൽ നോൺ റീസൈക്കിളബിൾ വേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ വേസ്റ്റും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു ലിമിറ്റ് വരെ കുറച്ചൊക്കെ വേസ്റ്റ് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇനി ലാസ്റ്റ് ആണ് നമ്മൾ സർക്കുലർ എക്കണോമി ഫോളോ ചെയ്തത്. സർക്കുലർ എക്കണോമിയിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ റോ മെറ്റീരിയലും യൂസ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വേസ്റ്റ് ഉണ്ടാവുന്നു അല്ലെ, റീസൈക്ലബിൾ വേസ്റ്റ് ഉണ്ടാവുന്നു. ആ കിട്ടുന്ന വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു,
റീസൈക്കിൾ ചെയ്ത് വീണ്ടും റോ മെറ്റീരിയൽ ആക്കി വീണ്ടും യൂസ് ചെയ്യുന്നു. ആ ഉണ്ടാക്കിയ നമ്മളിപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് തന്നെ വീണ്ടും ഉപയോഗിക്കണമെന്നില്ല. വേറെ സംഭവങ്ങൾ വേറെ പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്യാം, വേറെ ഓർഗനൈസേഷനിലേക്ക് യൂസ് ചെയ്താലും മതി. നമ്മൾ ഒരു പ്രൊഡക്റ്റ് എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പെൻ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെ, പെന്ന് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ കുറെ കാലം മുന്നേക്ക് എന്തായിരുന്നു, പല പെന്നുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ചില പെന്നുകൾക്ക് റീഫില്ല് ചെയ്യാൻ പറ്റില്ല അല്ലെ, റീഫില്ല് ചെയ്യാത്ത പെന്നുകൾ ഉണ്ടല്ലോ. നമ്മൾ യൂസ് ചെയ്ത പെന്നുകൾ എന്താണ്, റീഫില്ല് ചെയ്യാതെ നമ്മളത് വലിച്ചെറിയുക, ഡീകമ്പോസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളത് കളയുക ചെയ്യുന്നത്. അത് വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പക്ഷേ ഇപ്പം കുറെ പെന്നുകൾ വന്നിരിക്കുന്നത് എന്താണ്, നമുക്കത് റീഫിൽ ചെയ്യാൻ പറ്റും, റീഫില്ലർ അവൈലബിൾ ആണ്. റീഫിൽ ചെയ്താൽ ആ പെന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സെക്യുലർ എക്കണോമിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ, പ്രൊഡക്ഷൻ, യൂസ് ആൻഡ് റീസൈക്ലിംഗ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ലീനിയർ എക്കണോമിന്റെ ഫിഗർ ആണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. റോ മെറ്റീരിയൽ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ആൻഡ് വേസ്റ്റ്. ലാസ്റ്റ് ഏതൊരു ഇൻഡസ്ട്രിയിലും ലാസ്റ്റ് എന്തുണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ നേരെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് എൻവയോൺമെന്റിലേക്ക് ഡീകമ്പോസ് ചെയ്യുക ചെയ്യുന്നത് ലീനിയർ എക്കണോമി യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ നേരെ മറിച്ച് സെക്യുലർ എക്കണോമിയിലേക്ക് വരുമ്പോഴോ, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, പ്രൊഡക്ഷൻ ആൻഡ് റീമാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, കളക്ഷൻ, ദെൻ ലാസ്റ്റ് കിട്ടുന്ന വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നു. ഓക്കെ, ഈ സെക്യുലർ എക്കണോമി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ എൻവയോൺമെന്റിലുള്ള പൊല്യൂഷൻ, എൻവയോൺമെന്റിലുള്ള വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്കണോമി യൂസ് ചെയ്യുന്നത്, സെക്യുലർ എക്കണോമി. ക്ലിയർ? സെക്യുലർ എക്കണോമിക്ക് എക്സാമ്പിൾ ആണ് പറയുന്നത് ബോട്ടിൽ ടു ബോട്ടിൽ അല്ലെ. നമ്മളിപ്പം അറ്റ് എ ടൈം യൂസ് ചെയ്തിട്ട് കളയുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, നമ്മൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ക്രഷ് ആഫ്റ്റർ ഫസ്റ്റ് യൂസ് അല്ലെ. നമ്മൾ ഒരു ബോട്ടില്, നമ്മൾ സാധാരണ മിനറൽ വാട്ടറിന്റെ ബോട്ടിലൊക്കെ എന്താണ്, അറ്റ് എ ടൈം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ബോട്ടിൽസ് ഒക്കെ റീസൈക്കിൾ ചെയ്യും, നമ്മളത് സൂക്ഷിച്ചു വെച്ച് റീസൈക്കിൾ ചെയ്യും. റീസൈക്കിൾ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നു, പുതിയ ബോട്ടിലാക്കിയിട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിൽ എപ്പോഴെങ്കിലും വേസ്റ്റ് വരുമോ? ഇല്ല, വളരെ കുറവേ വേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേസ്റ്റ് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സെക്യുലർ എക്കണോമിയിലെ ഒരു എക്സാമ്പിൾ ആണ് ബോട്ടിൽ ടു ബോട്ടിൽ. നമ്മൾ യൂസ് ചെയ്ത ബോട്ടിൽ ഡീകമ്പോസ് ചെയ്യാതെ അത് റീസൈക്കിൾ ചെയ്ത് പുതിയ ബോട്ടിലാക്കിയിട്ട് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് ജനറേഷൻ ബയോഡീസൽ ഫ്രം യൂസ്ഡ് കുക്കിംഗ് ഓയിൽ. നമ്മൾ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്തിട്ട് ബയോഡീസൽ ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്തിട്ട്, കുക്കിംഗ് ഓയിൽ വേസ്റ്റ് ഒക്കെ വരുന്ന കുക്കിംഗ് ഓയിൽസ് യൂസ് ചെയ്തിട്ട് ബയോഡീസൽ പ്ലാന്റ്സിൽ നിന്ന് ബയോഡീസൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലും വേസ്റ്റ് ജനറേറ്റ് ചെയ്യില്ല, ഉണ്ടാവുന്ന വേസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ കുക്കിംഗ് ഓയിൽ. അപ്പൊ യൂസ്ഡ് കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബയോഡീസൽ പ്ലാന്റിൽ നിന്ന് ബയോഡീസൽ ജനറേറ്റ് ചെയ്യുന്നു. ഇതും ഒരു സെക്യുലർ എക്കണോമിന്റെ എക്സാമ്പിൾ ആണ്. Then wastewater treatment plus organic waste equal energy factor. Wastewater treatment in the wastewater organic waste, wastewater organic waste കൂടി മിക്സ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കുന്നു. എനർജി ഫാക്ടറിന് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു, പലതരത്തിലുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. വേസ്റ്റ് വാട്ടറും ഓർഗാനിക് വേസ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എനർജി ഫാക്ടറിന് എനർജി ഉണ്ടാക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ കേസിൽ എന്താണ്, ഇതൊരു സെക്യുലർ എക്കണോമിക്ക് എക്സാമ്പിൾ ആണ്. അതിൽ വേസ്റ്റ് ഉണ്ടാവുന്നില്ല, ഉണ്ടാവുന്ന വേസ്റ്റ് എന്താണ്, വേസ്റ്റ് വാട്ടർ ആണ്. വേസ്റ്റ് വാട്ടർ, ഓർഗാനിക് വേസ്റ്റ്, ആ വേസ്റ്റുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളത് ചലഞ്ചസ് ഫോർ ഫോളോയിങ് സെക്യുലർ എക്കണോമി. നമ്മൾ സെക്യുലർ എക്കണോമി ഫോളോ ചെയ്യാനുള്ള ചലഞ്ചസ് ഇതാണ് പറയുന്നത്. Misalignment of incentives, lack of markets of sale, lack of reverse capabilities and infrastructure, missing enablers in the transition. The geographical dispersion എന്തായിരിക്കും? Today's products have global footprint. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന മിക്ക പ്രൊഡക്ട്സിന് എന്താണ്, ഗ്ലോബൽ ഫുഡ് പ്രിന്റ്സ് കൂടുതലാണ്, അല്ലെ കാർബൺ ഫുഡ് പ്രിന്റ്സ് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. കാർബൺ ഫുഡ് പ്രിന്റ്സ് എന്തായിരുന്നു കാർബൺ ഫുഡ് പ്രിന്റ്സ് എന്ന് പറയുന്നത്? നുഹ സാലിഹ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ.
സാലിം ഓഡിബിൾ അല്ലേ? മിസ് ഓഡിബിൾ. ന്യൂഹ, നിങ്ങൾ അറിയുന്ന പോലെ പറഞ്ഞോളൂ. ഒരു ക്ലാസ് എടുക്കുമ്പോഴൊന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യും. വിളിച്ചാലൊന്ന് റെസ്പോണ്ട് ചെയ്യണ്ടേ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ന്യൂഹ, ന്യൂഹ, നിങ്ങളൊക്കെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാരുടെ പേര്. പ്രിൻസ് രാധാകൃഷ്ണൻ, പ്രിൻസ്, പ്രിൻസ്. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയാണോ? നിങ്ങൾ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യില്ല? ന്യൂഹ, കുഴപ്പമില്ല. ഞാൻ ഇന്നത്തെ കാര്യമല്ല, ഇന്നെടുത്ത കാര്യമല്ല ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ ന്യൂഹ. എന്തായിരുന്നു കാർബൺ ഫുട് പ്രിന്റ്? കാർബൺ ഫുട് പ്രിന്റ് നമ്മൾ എടുത്തതാണ്. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്ത ടോപ്പിക് ആയിരുന്നു കാർബൺ ഫുട് പ്രിന്റ്. എന്തായിരുന്നു കാർബൺ ഫുട് പ്രിന്റ്? പറഞ്ഞ വെരി ഗുഡ്. എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. റിലീസ്ഡ് ഇൻ അറ്റ്മോസ്ഫിയർ. നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട്, അതിനായിരുന്നു പറയുന്നത് ഫുട് പ്രിന്റ്, കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പല പ്രൊഡക്ട്സും യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഗ്ലോബൽ ഫുട് പ്രിന്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം മെറ്റീരിയൽസ് ഡോണ്ട് ഫൈൻഡ് ദെയർ വേ ബാക്ക് ടു ദി വാല്യൂ ചെയിൻസ്. Then material complexity, increase in material complexity due to built-in functionality and material-based differentiation, increase in difficulty to identify and separate materials. അപ്പോൾ ചില കേസിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കേസിൽ, പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിലൊക്കെ മെറ്റീരിയൽസ് നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസ് വരും അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസ്, അത് വേർതിരിക്കാൻ പറ്റാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു വേസ്റ്റ് ആക്കിയിട്ട് മാറ്റും അല്ലെ? വേർതിരിക്കാൻ പറ്റാത്ത കേസിൽ അത് വേസ്റ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വേസ്റ്റ് ആക്കിയിട്ട് ഡീകമ്പോസ് ചെയ്യും. ഇപ്പൊ പല ഇൻഡസ്ട്രിയിലും നമ്മൾ പല പ്രൊഡക്റ്റും ഉണ്ടാക്കുമ്പോൾ അതിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള പല പ്രൊഡക്ട്സ് ഉണ്ടാവും. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ ഡയറക്റ്റ് ഡീകമ്പോസ് ചെയ്യാം. അപ്പൊ ഈ ഒരു സർക്കുലർ എക്കണോമി വന്നതോടുകൂടി ആ ഡീകമ്പോസ് ചെയ്യുന്നതിന് പകരം ആ പ്രൊഡക്ട്സ് ഒക്കെ വേറൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് സർക്കുലർ എക്കണോമി ഫോളോ ചെയ്ത് വേറൊരു പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചലഞ്ചസ്. സർക്കുലർ എക്കണോമി സ്റ്റാർട്ട് ചെയ്യാൻ, ഈ ഒരു എക്കണോമി ഫോളോ ചെയ്യാനുള്ള ചലഞ്ചസ് ആയിട്ടാണ് പറയുന്നത് ഈ കാര്യങ്ങൾ. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക് ആണ് ബയോമിമിക്രി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബയോമിമിക്രി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മിമിക്രി കേട്ടിട്ടില്ലേ? മിമിക്രി എന്താണ്? മിമിക്രി എന്ന് പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെ? ഒന്നിനെ അനുകരിക്കുക. മിമിക്രിന്റെ ആക്ച്വൽ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. ഇപ്പൊ ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ ബയോമിമിക്രിന്റെ ഡെഫിനിഷൻ ആണ്: ബയോ മീൻസ് നേച്ചർ, മിമിക് മീൻസ് ടു ഇമിറ്റേറ്റ്. ബയോമിമിക്രി മീൻസ് നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാം. ക്ലിയർ? ബയോ എന്ന് പറയുന്നതിന്റെ വേർഡ് മീനിങ് ആണ് നേച്ചർ. മിമിക് മീൻസ് ഇമിറ്റേറ്റ് ചെയ്യാം. മിമിക്രി എന്ന് പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്യുക, ഒരു കാര്യം ഇമിറ്റേറ്റ് ചെയ്യുന്നതിനാണ് മിമിക്രി എന്ന് പറയുന്നത്. അപ്പൊ ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാം. നേച്ചറിലുള്ള കാര്യങ്ങൾ, പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളെ ടെക്നോളജിയിലേക്ക് ഇമിറ്റേറ്റ് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, നേച്ചറിലുള്ള ലിവിങ് ഓർഗാനിസംസിന്റെ കാര്യങ്ങൾ, ലിവിങ് ഓർഗാനിസംസിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്റ്റിന്റെ, നമ്മളെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മളെ ടെക്നോളജിയിലേക്ക് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, യൂസ് ചെയ്യുക. അതിനാണ് പറയുന്നത് ബയോമിമിക്രി എന്ന് പറയും. ക്ലിയർ? ക്ലിയർ അല്ലേ? Biomimicry is an innovation method that seeks suitable solutions by emulating nature's time-tested patterns and strategies in order to solve human problems.
Example, a solar cell is inspired by a leaf. It is also referred to as biomimetics, bio-inspiration, biomorphic, etc. നമ്മൾ ബയോമിമിക്രീനെ ബയോമിമെറ്റിക്സും ബയോ ഇൻസ്പിറേഷനും ബയോമോർഫിക് എന്നൊക്കെ പല ടേംസിലേക്ക് അറിയപ്പെടുന്നുണ്ട്. ബയോമിമിക് ഓർ ബയോമിമിക്രീനെ ബയോമിമെറ്റിക്സ്, ബയോ ഇൻസ്പിറേഷൻ, ബയോമോർഫിക്സ് എന്ന് പറഞ്ഞ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ബയോമിമിക്രീന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ നേച്ചറിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെ ടെക്നോളജിയിലേക്ക് യൂസ് ചെയ്യാം, ഇമിറ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ജനൈൻ എം ബെന്യാസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കോട്ടാണ്, ബയോമിമിക്രി ഇസ് ദ കോൺഷ്യസ് എമുലേഷൻ ഓഫ് നേച്ചേഴ്സ് ജീനിയസ്. ബയോമിമിക്രി ഇസ് ദ കോൺഷ്യസ് എമുലേഷൻ ഓഫ് നേച്ചേഴ്സ് ജീനിയസ്. അപ്പൊ നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഇങ്ങനെയുള്ള കോട്ട്സ് ഒക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ബയോമിമിക്രി ഇസ് ദ കോൺഷ്യസ് എമുലേഷൻ ഓഫ് നേച്ചേഴ്സ് ജീനിയസ്. കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഞാൻ റീഡ് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കണേ. Biomimicry is a design tool based on emulating or copying the strategies used by living things. ലിവിങ് തിങ്സിന്റെ ക്വാളിറ്റീസ്, ലിവിങ് തിങ്സിന്റെ സ്ട്രാറ്റജീസ് നമ്മൾ നമ്മുടെ ടെക്നോളജിയിൽ യൂസ് ചെയ്യാം. The underlying principle of biomimicry is that during nature's 3.8 billion years of research and development, nature has evolved highly efficient systems and processes that can inform solutions to many of the waste, resource efficiency, and management problems that we now grapple with today. Biomimicry has already provided some timely standout innovations in areas such as energy engineering, waste reuse, where multiple scale efficiency improvements are greatly needed. Okay. ഇങ്ങനെയുള്ള ഈ ബയോമിമിക്രി നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. ഈ ബയോമിമിക്രി എന്ന് പറയുന്നത് നേച്ചറിലുള്ള ക്വാളിറ്റീസ്, നേച്ചറിലുള്ള പല ഓർഗാനിസംസിന്റെയും പ്ലാന്റ്സിന്റെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ ക്വാളിറ്റീസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാം. ഇമിറ്റേറ്റ് ചെയ്യുന്നത് കാരണം എന്തൊക്കെയാണ് നമുക്ക് യൂസ് ഉള്ളത്? എനർജി എഞ്ചിനീയർ, ഇതിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എനർജി എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി, മെക്കാനിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്കെയിൽ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ്സ് ഗ്രേറ്റ്ലി നീഡഡ്. ഓക്കെ, ഇനി കുറച്ച് ബേസിക് ലോസ് ഓൺ ദി കൺസെപ്റ്റ് ഓഫ് ബയോമിമിക്രി. ബയോമിമിക്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. Nature runs on sunlight. Nature uses only the energy it needs. Nature fits form to function. Nature recycles everything. Nature rewards cooperation. Nature banks on diversity. Nature demands local expertise. Nature curbs excesses from within. Nature taps the power of limit. നമ്മൾ എന്ത് ഈ ബയോമിമിക്രി ഇത് ഈ നേച്ചറിലുള്ള കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള റീസൺ ആണ് പറയുന്നത്. എന്താണ് അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? നമ്മളെ നേച്ചറിന്റെ ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റി കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നേച്ചറിന്റെ പവർഫുൾ, നേച്ചറിന്റെ പവർ, നേച്ചറിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്? നേച്ചർ റൺസ് ഓൺ സൺലൈറ്റ്. നേച്ചർ യൂസസ് ഓൺലി ദ എനർജി നീഡ്. നേച്ചറിന് ആവശ്യമുള്ള എനർജി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ സംരക്ഷിക്കാൻ പറ്റും ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ. നേച്ചർ റീസൈക്കിൾസ് എവറിത്തിങ്. നേച്ചർ റിവാർഡ്സ് കോപ്പറേഷൻ. നേച്ചർ ബാങ്ക്സ് ഓൺ ഡൈവേഴ്സിറ്റി. നേച്ചർ ഡിമാൻഡ്സ് ലോക്കൽ എക്സ്പെർട്ടൈസ്. നേച്ചർ കർബ്സ് എക്സസസ് ഫ്രം വിത്തിൻ. നേച്ചർ ടാപ്സ് ദ പവർ ഓഫ് ലിമിറ്റ്സ്. ഇപ്പൊ നേച്ചറിന്റെ ബേസിക് ലോസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബയോമിമിക്രി നമ്മുടെ ടെക്നോളജിയിൽ അപ്ലൈ ചെയ്തത്. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ നേച്ചറിന് ഉള്ളത് കൊണ്ടാണ് ഈ ക്വാളിറ്റീസ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ബയോമിമിക്രി യൂസ് ചെയ്യുന്നത് നമ്മളെ ടെക്നോളജിയിൽ. ഓക്കെ, ഇനി ബയോമിമിക്രിയിലെ എക്സാമ്പിൾ ആണ് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് ബയോമിമിക്രി ആണ്. ഏതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബയോമിമിക്രിന്റെ ആപ്ലിക്കേഷൻ? മെക്കാനിക്കൽ ഫാബ്രിക്കേഷൻ ഫീൽഡ്, ആർക്കിടെക്ചർ, മെഡിക്കൽ, ബയോണിക്സ്, എനർജി കൺസർവേഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയിൽ, ഇത്രയും ഫീൽഡിൽ നമ്മൾ ബയോമിമിക്രി അപ്ലൈ ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്.
മെക്കാനിക്കൽ ഫീൽഡില്, ആർക്കിടെക്ചറില്, മെഡിക്കൽ ഫീൽഡ്, എനർജി കൺസർവേഷൻ ആൻഡ് ഇൻഡസ്ട്രിയിലും. ഓക്കെ, ഇത്രയും ഫീൽഡിൽ നമ്മൾ ബയോമിമിക്രീന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ബയോമിമിക്രി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് മെക്കാനിക്കൽ ഫാബ്രിക്കേഷൻ. മെക്കാനിക്കൽ ഓർ ഫാബ്രിക്കേഷൻ. ഹൗ ടു ഗെക്കോ ക്ലൈംബ് വാൾസ്. ഗെക്കോ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഗെക്കോ എന്ന് പറഞ്ഞ ലിസാർഡ്. നിങ്ങളെ ചുമരിലേക്കൂടി ഇങ്ങനെ വാളിലേക്ക് കൂടി ഒക്കെ പോകാൻ പറ്റുന്ന ഒരുതരം ലിസാർഡാണ് ഗെക്കോ. അതെന്താണ് ആ ഗെക്കോ? അതിന് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അതിന്റെ ബോഡിയിൽ. സ്റ്റിക്കി സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതിന് കാരണം അതവിടെ ഇപ്പൊ വാളിലേക്ക് കൂടിയൊക്കെ പോവുകയാണെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, അത് നിലത്ത് വീഴില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന സ്പൈഡർമാന്റെ ഫിലിമിലൊക്കെ സ്പൈഡർമാൻ ഇങ്ങനെ ചുമരിലേക്ക് കൂടി വാളിലേക്ക് കൂടി ക്ലൈംബ് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു ടെക്നിക്കാണ് ഈ ഒരു ഗെക്കോ എന്ന് പറയുന്ന ലിസാർഡ് ചെയ്യുന്നത്. ഈ ഗെക്കോ ലിസാർഡ് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകും. അതിന്റെ സ്കിന്നിലുള്ള ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസ് സ്റ്റിക്കി ആയിട്ടുള്ള മെറ്റീരിയൽ കാരണം ഇതൊരിക്കലും നിലത്ത് വീഴില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു നമ്മൾ പ്രകൃതിയിൽ നിന്ന്, നേച്ചറിൽ നിന്ന് ഇങ്ങനെ ഒരു ലിസാർഡിനെ കണ്ടിട്ടാണ് ഗെക്കോ ടാപ്പ് എന്ന് പറയുന്ന ടാപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഗെക്കോ ടാപ്പ്, a synthetic microstructure made by casting plastic into a porous mold. Array of vertically aligned polymer fibers exhibit compliance by bending and buckling. Atomic level bonds formed. High resistance to sliding. ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റെസിസ്റ്റൻസ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെക്കോ ടാപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഗെക്കോ ടാപ്പ് എന്ന് പറയുന്ന ടാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ഫോളോ ചെയ്തിട്ടാണ്? ഗെക്കോ ലിസാർഡിനെ ഫോളോ ചെയ്തിട്ടാണ്. നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള, നമ്മളെ നേച്ചറിലുള്ള ലിവിങ് ഓർഗാനിസമായ ലിവിങ് ലിസാർഡായ ഗെക്കോസ് എന്ന് പറയുന്ന ലിസാർഡിനെ ഫോളോ ചെയ്തിട്ടാണ് ഈ ഗെക്കോ ടാപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? Then the lotus effect. Lotus leaves are self-cleaning, super hydrophobic. Roughened microscale surface trapped air in the interstitial spaces, reduce liquid to solid contact area, improves contact angle up to 170-degree droplets formed. Dirt particles stick to these droplets. Slight tilt causes droplets to roll off. Microscopically rough surface additives introduced into new generation of paint, glass and fabric finishes. For example, green shield, a fabric finish made by G3, achieves the same water and stain repellency. ഈ ലോട്ടസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ലോട്ടസ് അറിയാലോ, താമരയുടെ ഇലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ താമരയുടെ ഇലകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എത്ര മഴ പെയ്താലും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അതെന്ത് ചെയ്യും? ഇങ്ങനെ ബോൾസ് ആയിട്ട് ഉരുണ്ടു പോകും. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ആ ബോൾസ് ആയിട്ട് ഉരുണ്ടു പോകും. ഇതിനുള്ള കാരണം, ഇതിന്റെ റീസൺ എന്താണ്? നമ്മളെ സയന്റിസ്റ്റ് ഒക്കെ ഇത് റിസർച്ച് ചെയ്തു. അപ്പൊ ഇതിന്റെ റീസൺ എന്താണ്? ഈ താമരയുടെ ഇലകളിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പോയിന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തയും അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ പോയിന്റ് പാർട്ടിക്കിൾസ് ഉള്ളത് കാരണമാണ് ഈ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ, മഴ പെയ്യുമ്പോൾ അതൊക്കെ ഉരുണ്ടു പോകുന്നത്. ഈ മഴ പെയ്യുമ്പോൾ അപ്പൊ ഈ ഇലകൾ നശിക്കാത്ത അവസ്ഥ വരും. ഈ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഉരുണ്ടു പോകുന്നതിനോട് കൂടി തന്നെ താമരയിലുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ, വേസ്റ്റിൽ ഡസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഡസ്റ്റ് ഒക്കെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കാര്യം ഇമിറ്റേറ്റ് ചെയ്തു, നമ്മളെ ടെക്നോളജിയിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ യൂസ് ചെയ്തു? ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്? ഡെഡ് പാർട്ടിക്കിൾസ് പിക്ക് ഓഫ് ദ ഡ്രോപ്ലെറ്റ്സ്, സ്ലൈഡ് tilt causes droplets and roll off. Microscopically rough surface additives introduced into new generation of paint, glass, fabric finishes. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ പരസ്യത്തിൽ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? പായല് പൂപ്പലൊന്നും ഇല്ലാത്ത പെയിന്റ്സ് എന്നൊക്കെ അല്ലെ? മഴ പെയ്താല് ഒന്നും പായലും പൂപ്പലും ഒന്നും പിടിക്കാത്ത പെയിന്റ്സ്. ഇതെന്തുകൊണ്ടാണ്? ഈ ഒരു ടെക്നോളജിയാണ് ഈ പെയിന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പഴയ വീടുകളിൽ നിന്ന് ഉള്ള അവസ്ഥയല്ലേ ഇന്ന് പെയിന്റ്സ്? പണ്ട് യൂസ് ചെയ്ത പെയിന്റ്സ് ഒക്കെ എന്തായിരുന്നു? നമ്മള് ചുമരിലായാലും ചുമരിലൊക്കെ എന്തെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ അവിടെ നിൽക്കുമായിരുന്നു.
പക്ഷെ ഇപ്പോഴത്തെ പെയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്നത് ഈ ലോട്ടസ് ഇഫക്റ്റ് ആണ്. ആ ടെക്നോളജിയാണ്, ബയോമിമിക്രിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ഫീൽഡിൽ, പെയിന്റ് ഫാബ്രിക്സിന്റെ ഒക്കെ ഗ്ലാസിന്റെ ഒക്കെ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് പെയിന്റ്, ഗ്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഗ്ലാസ് മിറർ ക്ലീനർ, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബയോമിമിക്രി അപ്ലൈ ചെയ്തിട്ടാണ്, ലോട്ടസ് ഇഫക്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ്. നെക്സ്റ്റ്, ദ പവർ ഓഫ് ഷേപ്പ്. അടുത്ത ബയോമിമിക്രിന്റെ ഒരു എക്സാമ്പിൾ ആണ്. Okay. Eiji Nekatsu, an engineer at the Japanese rail company, took inspiration from the kingfisher that creates barely a ripple when it darts into water in search of a meal. The train's redesigned nose reduced power use and enabled faster speeds. അടുത്തൊരു എക്സാമ്പിൾ ആണ്, നമ്മുടെ ട്രെയിനിൽ, ബുള്ളറ്റ് ട്രെയിനിൽ പണ്ട് ജാപ്പനീസിലെ ഒരു സയന്റിസ്റ്റ് ആണ് ഇത് യൂസ് ചെയ്തത്, ഈ ഒരു ടെക്നിക്ക്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ജാപ്പാനിലൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ബുള്ളറ്റ് ട്രെയിന് ഭയങ്കര നോയിസ് പൊല്യൂഷൻ ആയിരുന്നു. ഒരു ലിമിറ്റിൽ കൂടുതൽ, അതിന്റെ ഒരു ഇത്ര ലിമിറ്റിൽ, ഇത്ര ഏരിയയിൽ തന്നെ, ഏരിയയിൽ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്ത അത്രയും നോയിസ് പൊല്യൂഷൻ ആയിരുന്നു ബുള്ളറ്റ് ട്രെയിനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഇജി നക്കാട്സു എന്ന് പറയുന്ന എഞ്ചിനീയർ, ജാപ്പനീസ് എഞ്ചിനീയർ, ഈ കിങ്ഫിഷറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. കിങ്ഫിഷറിനെ അദ്ദേഹം നിരീക്ഷിച്ചു. കിങ്ഫിഷർ എന്ന് പറയുന്ന ആ ബേർഡ് ഇങ്ങനെ വെള്ളത്തിലേക്ക് കൂടി അതിന്റെ ബീക്ക് വെച്ചിട്ട്, നീളമുള്ള ബീക്ക് ആയതുകൊണ്ട് അത് വെള്ളത്തിലേക്ക് കൂടി ഇങ്ങനെ ഊളിയിട്ട് പോകുന്നത് ഒരു ദിവസം അദ്ദേഹം കാണാനിടയായി. അപ്പൊ ഇങ്ങനെ ഊളിയിട്ട് പോകുമ്പോൾ ആ ഒരു ബീക്ക് വെച്ചിട്ട് യാതൊരുവിധ സൗണ്ട് പൊല്യൂഷനും, സൗണ്ടും ഇല്ല, നോയ്സ് വളരെ കുറവായിരുന്നു. അപ്പൊ അത് അദ്ദേഹം ഈ ബയോമിമിക്രിയാണ് അവിടെ ചെയ്തത്. ഈ നേച്ചറിലുള്ള ഈ കിങ്ഫിഷർ എന്ന് പറയുന്ന ഈ ബേർഡിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഈ ബുള്ളറ്റ് ട്രെയിനിനെ ഒരു മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഫ്രണ്ടിൽ എന്നുള്ള ബ്രോഡ് ആയിട്ടുള്ള ആ ഒരു ട്രെയിനിന് എന്ത് ചെയ്തു, ഇതിന്റെ ഈ കിങ്ഫിഷറിന്റെ ബീക്ക് പോലെ കൂർത്ത തരത്തിലാക്കിയിട്ട് അത് മാനേജ് ചെയ്തു. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയപ്പോഴെന്താണ്, നോയിസ് പൊല്യൂഷൻ വളരെ കുറവുണ്ടായി. മാത്രമല്ല റെഡ്യൂസ് പവർ യൂസ്, എനേബിൾ ഫാസ്റ്റർ സ്പീഡ്. പവർ യൂസ് കുറക്കാൻ പറ്റി, സ്പീഡ് ഫാസ്റ്റ് ചെയ്യാനും പറ്റി. ക്ലിയർ ആണോ പറഞ്ഞത്? ബുള്ളറ്റ് ട്രെയിനില് കിങ്ഫിഷറിന്റെ ആ ഒരു ക്വാളിറ്റി ഇമിറ്റേറ്റ് ചെയ്തു. കിങ്ഫിഷറിന്റെ ബീക്ക്, കൂർത്ത ബീക്സ്, പോയിന്റഡ് ആയിട്ടുള്ള ബീക്സ് ആണ് അതിനുള്ളത്. നിങ്ങൾ ഈ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബുള്ളറ്റ് ട്രെയിനിനെ മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ട് എന്ത് ചെയ്യും, ഈ ബീക്സ് പോലെ പോയിന്റ് ചെയ്തത് കൊണ്ട് എന്തായി, നോയിസ് പൊല്യൂഷൻ കുറക്കാൻ പറ്റി, പവർ യൂസ് കുറക്കാൻ പറ്റി, മാത്രമല്ല സ്പീഡും ഇൻക്രീസ് ചെയ്യാൻ പറ്റി. ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ബയോമിമിക്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തത്, ഇതിൽ ബുള്ളറ്റ് ട്രെയിൻ. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾ ഫിഗർ കാണുന്നില്ലേ? ഈ ഫിഗറിൽ കാണുന്നത് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് ബോക്സ് ഫിഷ് ആണ്. ബോക്സ് ഫിഷ് ആണ് ഇത്. ഈ ഫിഗറിൽ കാണുന്ന ഈ യെല്ലോ കളറിൽ കാണുന്ന ഫിഷ് ഉണ്ടല്ലോ, ബോക്സ് ഫിഷ്. ഈ ബോക്സ് ഫിഷിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് 2005 മെഴ്സിഡൻസ് കമ്പനി ഒരു ബയോ കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ബോക്സ് ഫിഷ് എന്ന് പറയുന്നത് വളരെ വളരെ ഷാർപ്പായിട്ടുള്ള ബോഡി ആയിരുന്നു അതിന്. ഈ ബോക്സ് ഫിഷിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് പവർഫുൾ ആയിട്ടുള്ള ഒരു ബയോ കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2005 മെഴ്സിഡൻസ് ബെൻസിന്റെ കമ്പനി 2005 ബയോ കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് ഈ കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണം ഈ ബോക്സ് ഫിഷിന് വളരെ സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് പ്ലേറ്റ്സും പവർഫുൾ മസിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു കാർ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് യൂസ് ചെയ്തത് ഈ ബയോമിമിക്രിയാണ്, ബയോമിമിക്രിയുടെ ആപ്ലിക്കേഷൻ. ഈ ബോക്സ് ഫിഷിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Powerful muscles, streamlined shape, rigid outer skin consists of numerous bony hexagonal plates and drag coefficients. പിന്നെ കൺസെപ്റ്റ് ഓഫ് കാർ ലോഞ്ച് ബൈ മെഴ്സിഡൻസ് ബെൻസ് ഇൻ 2005. 2005 ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായത്. 20% reduced fuel consumption.
20% ഫ്യൂൽ കൺസംഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. 80% റെഡ്യൂസ്ഡ് നോ എമിഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റി. ക്യാൻ റൺ ഓഫ് ബയോഫ്യൂൽ എഫിഷ്യൻസി, മാക്സിമം സ്പീഡ് 190 km/h. ഈ ബോക്സ് ഫിഷിന്റെ ക്വാളിറ്റീസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബയോണിക് കാർ മെർസിഡസ് ബെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ ഈ ട്രീസിന്റെ ക്വാളിറ്റീസ് യൂസ് ചെയ്തിട്ട്, ഈ ട്രീസ് പല ട്രീസും പല ക്വാളിറ്റീസ് ഉള്ളതായിരിക്കും അല്ലെ. സ്ട്രോങ് ആയിട്ടുള്ള ട്രീസ് ഒക്കെ അതിനൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ടെക്നോളജിയിൽ അതിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഈ പല പ്രൊഡക്ട്സിലും വേണ്ടിയിട്ട്, കാറ് പോലത്തെ പല പ്രൊഡക്ട്സിൽ ഈ ട്രീസിന്റെ ക്വാളിറ്റീസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഈ ബയോമിമിക്രിയുടെ ആപ്ലിക്കേഷൻ അവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ബയോമിമിക്രി: ടു ക്രിയേറ്റ് പ്രോഡക്റ്റ്, processes and policies, to create new ways of living, to create suitable products with great performance, to save energy and cut material costs, to redefine and eliminate waste, to solve human problems and employment. ഇത്രയും ബയോമിമിക്രി യൂസ് ചെയ്യുന്നത് കാരണം അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ വേസ്റ്റ് കുറക്കാൻ പറ്റും. പിന്നെ നേച്ചറിന്റെ ക്വാളിറ്റീസ് പറഞ്ഞാലോ, നേച്ചർ എന്ന് പറഞ്ഞാൽ നേച്ചറിന് ആവശ്യമുള്ള റിസോഴ്സസ് മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഓവർ എക്സ്പോഷർ നടക്കുന്നില്ല. അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് കാരണം നമുക്കും നാച്ചുറൽ റിസോഴ്സിന്റെ കൺസംഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. എനർജി സേവ് ചെയ്യാൻ പറ്റി, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. നമ്മളെ ഹ്യൂമൻ പ്രോബ്ലംസ് അല്ലെ, ഈ നേച്ചറിലുള്ള ക്വാളിറ്റീസ് തന്നെ ഇമിറ്റേറ്റ് ചെയ്തതിന് കാരണം നമ്മളെ ഹ്യൂമന്റെ പ്രോബ്ലംസ് ഒരു പല ഇൻഡസ്ട്രിയിൽ പല കേസിലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതിന് കാരണം ഹ്യൂമൻസിനുണ്ടാകുന്ന പല പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് പ്രോഡക്റ്റ്, പ്രോസസസ് ആൻഡ് പോളിസീസ്, ടു ക്രിയേറ്റ് ന്യൂ വേസ് ഓഫ് ലിവിംഗ്, ടു ക്രിയേറ്റ് suitable products with great performance, to save energy and cut material costs, to redefine and eliminate waste, to solve human problems, employment. Clear ആണല്ലോ? ഇന്ന് നമ്മൾ എടുത്തത് എന്ന് പറയുന്നത് സെക്യുലർ എക്കണോമി, ബയോമിമിക്രി ആയിരുന്നു. ഓക്കെ, രണ്ട് ടോപ്പിക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല മിസ്സേ. ഓക്കെ, ദെൻ പ്രൊമോഷൻ ഓഫ് ബയോമിമിക്രി പ്രൊമോട്ട് ചെയ്യാനുള്ള റീസൺ ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് ബയോമിമിക്രി നോളജ്, മേക്കിംഗ് റിസർച്ചസ് ആൻഡ് സ്റ്റഡീസ്, എൻകറേജിംഗ് അതേഴ്സ്. പിന്നെ കൺക്ലൂഷൻ ബയോമിമിക്രി ഈസ് യൂസ്ഡ് ഇൻ ഡേ ടു ഡേ ലൈഫ് ആസ് വെൽ ആസ് സ്പെസിഫിക് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്. പല എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിലും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മാത്രമല്ല, പല പറഞ്ഞില്ല നേരത്തെ മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പല എഞ്ചിനീയറിംഗ് ഫീൽഡിലും ബയോമിമിക്രി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ബൈ യൂട്ടിലൈസിംഗ് ബയോമിമിക്രി, തിങ്കിങ് ഇന്നോവേഷൻസ് ക്യാൻ ബി മെയ്ഡ് 100% nature friendly. Clear? Nature provides the best solutions. Species on Earth range from 2 to 50 million. ഇത്രയും സ്പെഷീസ് നമ്മളെ എർത്തിലുണ്ട്. അപ്പം ഓരോ സ്പെഷീസിന്റെ ക്വാളിറ്റീസും നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ടെക്നോളജിയിൽ യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് നമുക്കുണ്ടാവും. എ ലോട്ട് ഓഫ് ഏരിയസ് സ്റ്റിൽ ലൈ അൺഎക്സ്പ്ലോർഡ്, ട്രമൻഡസ് ഫ്യൂച്ചർ സ്കോപ്പ്. അപ്പം ഈ ഒരു നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്തതിന് കാരണം നമുക്ക് പല അഡ്വാൻറ്റേജസും, ഈ ബയോമിമിക്രി യൂസ് ചെയ്യുന്നത് കാരണം പല അഡ്വാൻറ്റേജസും നമുക്ക് ഉണ്ടായേക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ടൂൾസ്. എൻവയോൺമെന്റ് മാനേജ്മെന്റ് ടൂൾസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കുറെ ടൂൾസ് ഉണ്ട്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം, നമ്മൾ ഈ സർക്കുലർ എക്കണോമിയും ബയോമിമിക്രിയും കഴിഞ്ഞു കേട്ടോ. ആ രണ്ട് ടോപ്പിക്സ് കഴിഞ്ഞു. ഇനിയുള്ളത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ടൂൾസിൽ വരുന്നതാണ്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ടൂൾസിലുള്ള സെക്ഷൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ തന്നെ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഓക്കെ, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ടൂൾസ് എങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കാം. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം, ഇക്കോ ലാബലിംഗ്, ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, വേസ്റ്റ് മിനിമൈസേഷൻ പ്രോഗ്രാംസ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, എൻവയോൺമെന്റൽ റിസ്ക് അനാലിസിസ്, എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ്.
ഓക്കെ, ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ? മിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, EIA കേട്ടിട്ടില്ലേ? EIA കേട്ടിട്ടുണ്ടോ? എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. യെസ്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ? നമ്മുടെ ഇന്നത്തെ കാലത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്? എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അസസ്മെന്റ്. ഓക്കെ, എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് അസസ് ചെയ്യാം. അപ്പൊ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. Environmental impact assessment can be defined as the systematic examination of unintended consequences of a development project or program with a view to reduce or mitigate negative impacts and maximize on positive ones. എന്താണ് environmental impact assessment definition? Can be defined as systematic examination of unintended consequences of a development project or program with the view to reduce or mitigate negative impacts and maximize on positive ones. Environmental impact assessment നമ്മുടെ എൻവയോൺമെന്റ് ഒരു പ്രൊജക്ട് അല്ലെ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം നമ്മളെ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് മിറ്റിഗേറ്റ് ചെയ്യുന്ന റെഡ്യൂസ് ചെയ്യാം. മാക്സിമൈസ് ഓൺ പോസിറ്റീവ് വൺസ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമൈസ് ചെയ്യാം, നെഗറ്റീവ് ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? Environmental impact assessment can be defined as the systematic examination of unintended consequences of a development project or program with a view to reduce or mitigate negative impacts and maximize on positive one. Environmental ഒരു പ്രോജക്റ്റ് അല്ലെ ഒരു പ്രോഗ്രാം കാരണം എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ബാഡ് ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യാനുള്ള അസസ്മെന്റ്. ഓക്കെ, assessment of the beneficial and adverse changes in environment resources or values resulting from a proposed project. നമ്മുടെ എൻവയോൺമെന്റില് രണ്ട് തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും, ഇമ്പാക്ട്സ് ഉണ്ടാവും. ബെനിഫിഷ്യൽ ഇമ്പാക്ട്സ് ഉണ്ടാവും, ആഡ്വേഴ്സ് ഇമ്പാക്ട്സ് ഉണ്ടാവും. ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടാണ്, നമുക്ക് എൻവയോൺമെന്റിൽ ഗുണകരമായിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവും, ആഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവും അല്ലെ? നെഗറ്റീവായിട്ട് എൻവയോൺമെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എഫക്ട്സ് ഉണ്ടാവും, പോസിറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവും. പോസിറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ആണ് ബെനിഫിഷ്യൽ എഫക്ട് ആൻഡ് ആഡ്വേഴ്സ് ചേഞ്ചസ് മീൻസ് നെഗറ്റീവ് ഇമ്പാക്ട്. Assessment of the beneficial and adverse changes in environment resources or values resulting from a proposed project. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് അനലൈസ് ചെയ്യാനുള്ള ഒരു അസസ്മെന്റ് ടെക്നിക്കാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോസിബിൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് കാരണം ഉണ്ടാവുന്ന പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ബെനിഫിഷ്യൽ ആൻഡ് അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ക്വാണ്ടിഫൈയിങ് ഇമ്പാക്ട് വിത്ത് റെസ്പെക്ട് ടു കോമൺ ബേസ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മിറ്റിഗേഷൻ പ്ലാൻ ടു ഓഫ്സെറ്റ് ദി നെഗറ്റീവ് ഇമ്പാക്ട്. ഇത് ഇഐയുടെ എസെൻഷ്യൽ എലിമെന്റ് ആണ്. ഈ ഒരു ടെക്നിക്കിലുള്ള ഈ ഒരു അസസ്മെന്റിലുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് പോസിബിൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ പ്രൊജക്ട്. ദെൻ ക്വാണ്ടിഫൈ ചെയ്യാം. ക്വാണ്ടിഫൈ ഇമ്പാക്ട് വിത്ത് റെസ്പെക്ട് ടു കോമൺ ബേസ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മിറ്റിഗേഷൻ, അത് റെഡ്യൂസ് ചെയ്യാനുള്ള ഈ നെഗറ്റീവ് ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ നടത്തുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്?
Then definition, രണ്ട് മൂന്ന് ഡെഫിനേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഡെഫിനേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എക്സാമിന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഈസി തോന്നുന്ന ഡെഫിനേഷൻ യൂസ് ചെയ്യാം. An environmental impact assessment is an assessment of the possible positive or negative impact that a proposed project may have on the environment, together consisting of the environmental, social and economic aspects. The International Association for Impact Assessment defined it as, a definition important ആണ്, IAIA International Association for Impact Assessment define ചെയ്തിരിക്കുന്നത് EIA projectനെ, the process of identifying, predicting, evaluating and mitigating the biophysical, social and other relevant effects of development proposals prior to major decisions being taken and commitments made. Other definitions ഓർത്ത് വെക്കണേ. The process of identifying, predicting, evaluating and mitigating the biophysical, social and other relevant effects of development proposals prior to major decisions being taken and commitments made. Then it means the identification or evaluation of any proposed development project on our environment, that is air, water, soil and living. Okay, ഇതിൽ ഏത് റിസോഴ്സസ് വേണമെങ്കിലും നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. The primary purpose of EIA is to encourage consideration of the environment in planning and decision making, and finally to arrive at actions that are more environmentally compatible. It presents a clear, concise picture of all benefits and costs associated with alternative causes of action and provides a mechanism for merging the concerns for environment and economics in the process of decision making. ഓക്കെ, ഇതിനൊരു EIA യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു പവർ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പവർ പ്ലാന്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു പുതിയൊരു പവർ പ്ലാന്റ്, ഇത്ര ഏക്കർ ഭൂമിയിൽ ഒരു പവർ പ്ലാന്റ് അവർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്താണ്, അതിന്റെ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ ഇതിന്റെ എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവാം, പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവാം, നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവാം അല്ലേ. പിന്നെ നമ്മൾ സോഷ്യലി നമ്മളെ ഹ്യൂമൻ ലൈഫ്സിനെ അത് പലതരത്തിൽ എഫക്ട് ചെയ്തേക്കാം. അപ്പം ഇതിന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ അനലൈസ് ചെയ്യുക, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന ടെക്നിക്കാണ് EIA. ഓക്കെ, ക്ലിയർ ആണല്ലോ. എൻവയോൺമെന്റിൽ ഉണ്ടായ പോസിറ്റീവ് ഇമ്പാക്ട്സ്, നെഗറ്റീവ് ഇമ്പാക്ട്സ് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുക, അസസ് ചെയ്യാനുള്ള ടെക്നിക്, അസസ് ചെയ്യുന്ന രീതിയാണ് എൻവയോൺമെന്റൽ EIA എന്ന് പറയുന്ന ടെക്നിക്. ഓക്കെ, then history and development of EIA. EIA was first developed in US as a result of National Environmental Policy Act in 1969. ആദ്യം ഡെവലപ്പ് ചെയ്തത് എവിടെയായിരുന്നു, USA-ലായിരുന്നു, 1969, for considering possible impact prior to a decision making taken on whether or not a proposal should be given approval to proceed. Environmental impact assessment concept in India came in the year 1994. ഇന്ത്യയിലേക്ക് അത് ഈ ഒരു അപ്രോച്ച് വന്ന നിലവിൽ വന്നത് എപ്പോഴാണ്, 1994-ലാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് Objectives of EIA, Environmental Impact Assessment. Predict environmental impacts of projects. Find ways and means to reduce adverse impacts. Refine or shape the proposed project to suit the local environment. Prediction and options before decision makers. Predict. Okay, first objective is predict environmental impact of projects. Ways and means to reduce adverse impacts. Clear ആണല്ലോ, അതിന്റെ ഒബ്ജക്റ്റീവ് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ. ഫൈൻഡ് വേസ് ആൻഡ് മീൻസ് ടു റെഡ്യൂസ് adverse impacts. Refine, shape the proposed project to suit the local environment.
and present the predictions and options before the decision maker. നാല് ഒബ്ജക്റ്റീവ്സ് ലിസ്റ്റ് ചെയ്യുക, അതൊന്ന് ഓർത്ത് വെക്കുക. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് EIA. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ avoid irreversible changes and serious damage to the environment, safeguard വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇടക്ക് ഇപ്പോഴോ? ഇപ്പം ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണല്ലേ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. ഇത്ര സമയം ഉണ്ടായിരുന്നോ? ക്ലിയർ ആയിരുന്നില്ലേ? ഇടക്ക് പോകുന്നുണ്ടായിരുന്നു. എനിവേ ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഇപ്പൊ ക്ലിയറാ. ഓക്കെ. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആണ് ടു പ്രൊട്ടക്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹ്യൂമൻ ഹെൽത്തിന്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഹ്യൂമൻ ഹെൽത്തിന്റെ സേഫ്റ്റിയും ഒരു ഒബ്ജക്റ്റീവാണ്. പ്രൊട്ടക്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവോയ്ഡ് ഇറിവേഴ്സിബിൾ ചേഞ്ചസ് ആൻഡ് സീരിയസ് ഡാമേജ് ടു ദി എൻവയോൺമെന്റ്. എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ഡാമേജ് അവോയ്ഡ് ചെയ്യാം. EIA എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവാണ്, ലോങ് ടേം ഒബ്ജക്റ്റീവാണ് അവോയ്ഡ് ഇറിവേഴ്സിബിൾ ചേഞ്ചസ് ആൻഡ് സീരിയസ് ഡാമേജ് ടു ദി എൻവയോൺമെന്റ്. എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ഡാമേജ് റെഡ്യൂസ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. Then safeguard values, resources, natural areas and ecosystem components. Enhance the social aspects of the proposal. ഇതൊക്കെയാണ് long-term objectives. Then procedures of EIA in India. ഇന്ത്യയിൽ EIA എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ. Then screening, scoping and consideration of alternatives. Baseline studies, impact prediction, assessment and mitigation measures, preparation of EIA report, then public hearing, reviewing the EIA report and decision making, monitoring the clearance conditions. ഇത്രയും സ്റ്റെപ്സ് ഉണ്ട് ഇന്ത്യയിലെ EIA, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ സ്റ്റെപ്സ്. അത് പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ നടത്തുക, ദെൻ സ്ക്രീനിങ്, ദെൻ സ്കോപ്പിംഗ്, പിന്നെ ബേസ് ലൈൻ സ്റ്റഡീസ്, ദെൻ ഇമ്പാക്ട് പ്രെഡിക്ഷൻ, അതിന്റെ ഇമ്പാക്ട് പ്രെഡിക്റ്റ് ചെയ്യുക, അസസ് ചെയ്യുക, മിറ്റിഗേറ്റ്. മിറ്റിഗേറ്റ് മീൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ്. ഇതിന്റെ ഇമ്പാക്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇമ്പാക്ട് പ്രെഡിക്ഷൻ, അസസ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്. ഇമ്പാക്ട് പ്രെഡിക്റ്റ് ചെയ്യുക, അസസ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കുക. പ്രിപ്പറേഷൻ ഓഫ് EIA റിപ്പോർട്ട്, ദെൻ EIA. ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം EIA റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. Then public hearing വെക്കുക. റിവ്യൂയിങ് ദ EIA റിപ്പോർട്ട് ആൻഡ് ഡെസിഷൻ മേക്കിംഗ്, റിവ്യൂ ചെയ്യുക, ഒന്നുകൂടി റിവ്യൂ ചെയ്യുക, ഡെസിഷൻ മേക്കിംഗ് നടത്തുക. മോണിറ്ററിംഗ് ദ ക്ലിയറൻസ് കണ്ടീഷൻ, അതിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താനുണ്ട്, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ആണ് ഇന്ത്യയിലെ EIA പ്രൊസീജിയേഴ്സ്. ദെൻ ഒറിജിൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് EIA നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. NEP ആണ് അല്ലെ. ഒറിജിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററിയാണ്. EIA വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ US ഓഫ് നാഷണൽ എൻവയോൺമെന്റ് പോളിസി ആക്ട്. NEPA പ്രകാരം 1969 US-ലായിരുന്നു ആദ്യമായിട്ട് EIA എന്ന് പറയുന്ന അസസ്മെന്റ് ജനറേറ്റ് ചെയ്തത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്ന് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തു വെക്കണേ. അതിനുശേഷം ഇന്ത്യയിലേക്ക് നിലവിൽ വന്നത് എപ്പോഴാണ്? 1994-ലാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് കൺസെപ്റ്റ് ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വന്ന കൺസെപ്റ്റിന്റെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ, സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ബേസ് ലൈൻ സ്റ്റഡീസ്, ദെൻ ഇമ്പാക്ട് പ്രെഡിക്റ്റ് ചെയ്യുക, അസസ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക, ദെൻ പ്രിപ്പറേഷൻ ഓഫ് EIA റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, പബ്ലിക് ഹിയറിംഗ് നടത്തുക, റിവ്യൂ ചെയ്യുക, റിവ്യൂ ചെയ്തതിനു ശേഷം ഡെസിഷൻ മേക്കിംഗ് നടത്തുക, ദെൻ മോണിറ്റർ ചെയ്യുക. ഈ കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യാം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് EIA. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? മേക്ക് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ, reduce adverse environmental impacts, identify environmental impacts on ecological fragile landscape before development project, assess the effects of development pressures on the natural resources base as well as the socio-cultural aspects.
reduce the overall environmental and economic cost of projects and optimize project benefits. ഇതൊക്കെയാണ് EIA importance. Make development projects environmentally sustainable. Okay, reduce adverse impacts. Adverse impacts എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യുക. environmental sustainable ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് projects ഉണ്ടാക്കുക. Identify environmental impacts on ecologically fragile landscape before development project. Assess the effects of development pressures on the natural resource as well as on the socio-cultural aspect. Reduce the overall environmental and economic cost. That's important point. Reduce the overall environmental cost. Overall environmental cost, economic cost, project economic cost reduce ചെയ്യാം. ഇങ്ങനെ ഒരു project ഇങ്ങനെ ഒരു assessment വന്നത് കാരണം ഇങ്ങനെ reduce ചെയ്യാൻ പറ്റും. Optimize projects benefits optimize ചെയ്യാനും പറ്റും. Then broader concept നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, അത്ര ഇമ്പോർട്ടന്റ് അല്ല. EIA procedure ആണ് awareness, environmental capacity, then institutional change, corporate change, design and engineering change, then scientific change. Scientific change ലാണ് നമ്മൾ prediction ഒക്കെ നടത്തുക. Predictive techniques, accountability ഒക്കെ scientific change ലാണ് നടത്തുക. പിന്നെ ആദ്യത്തെ എംപവർമെന്റിൽ അവയർനെസ്, എൻവയോൺമെന്റൽ കപ്പാസിറ്റിനെ പറ്റിയുള്ള അവയർനെസ്. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ എൻവയോൺമെന്റൽ കപ്പാസിറ്റി, കൺസെന്റ് ഡിസിഷൻസ്, അക്കൗണ്ടബിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ബിലീഫ് സ്ട്രക്ചർ എക്കണോമിക്സ് തേർഡ് സ്റ്റേജിൽ കോർപ്പറേറ്റ് ചേഞ്ചിൽ. ദെൻ വാല്യൂസ്, വിഷനിങ്, ഡിസൈൻ ഡിസിഷൻ ഇതൊക്കെ നടത്തുക. ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് ചേഞ്ച് എന്ന് പറയുന്ന സ്റ്റേജിൽ. ഓക്കെ, ദെൻ പേർപ്പസ് ഓഫ് EIA to encourage productive and enjoyable harmony between man and his environment, to promote efforts which will prevent or eliminate damage to the environment and biosphere and stimulate the health and welfare of man, to enrich the understanding of the ecological system and natural resources import to the nation. ഇതിന്റെ purpose എന്താണ്? എൻജോയബിൾ ഹാർമണി ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ്. നമുക്ക് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ടാക്കാൻ പറ്റും അല്ലെ? നമ്മളെ ഈ ഒരു EIA പ്രൊജക്ട്, ഈ ഒരു അസസ്മെന്റ് വന്നത് കാരണം നമ്മളെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കാം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അസസ്മെന്റ് നടത്തുന്നത്. ഇത് റെഡ്യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾക്കും നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ഒരു ഹാർമോണി ക്രിയേറ്റ് ചെയ്യാം, നല്ലൊരു കെമിസ്ട്രി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എലിമിനേറ്റ് ഡാമേജ് ടു ദി എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഓർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് enrich the understanding of the ecological system and natural resources. Okay. Then important parts of EIA process. To decide in advance whether an environmental impact assessment is necessary. ഇപ്പം എല്ലാ ഇൻഡസ്ട്രിയിലും ഈ EIA എന്ന് പറയുന്ന അസസ്മെന്റ് ആവശ്യം ഉണ്ടായിരിക്കണം എന്നില്ല അല്ലെ? ചെറിയ ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ, അങ്ങനെ വേസ്റ്റ് ഒക്കെ കൂടുതലായിട്ടും ജനറേറ്റ് ചെയ്യാത്ത ഇൻഡസ്ട്രി ആണെങ്കിൽ, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് വളരെ കുറവായിട്ട് ഉണ്ടാവുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇമ്പാക്ട് അസസ്മെന്റ് അവിടെ നടത്തണമെന്ന് ഉറപ്പുണ്ടാവില്ല. അപ്പൊ എല്ലാ കേസിലും ഇത് നടത്തണം എന്നില്ല. നമുക്ക് ഏതൊക്കെ ഓർഗനൈസേഷനാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. To analyze only the actions that may have significant environmental impact. Okay. To incorporate beforehand significant impact criteria such as air and water pollution, deterioration of protected natural and ecological resources, undesirable impacts such as landscape deterioration, generation of noise and others, discharge of toxic or hazardous substance or waste generation, cumulative adverse effects, negative socio-cultural impacts, significant public controversy. ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റേജിലാണ് EIA യൂസ് ചെയ്യുന്നത്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷനൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന കേസിൽ അല്ലെ? നമ്മുടെ ഇക്കോളജിക്കൽ റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സ് ഒക്കെ കൂടുതലായിട്ടും ഓവർ കൺസപ്ഷൻ,
അല്ലെ ഡിസ്ചാർജ് ഓഫ് ടോക്സിക് ആൻഡ് ഹസാർഡസ് സബ്സ്റ്റൻസ് ഓർ വേസ്റ്റ് ജനറേഷൻ, കൂടുതൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് ടോക്സിക് ഓർ ഹസാർഡസ് സബ്സ്റ്റൻസ്. ടോക്സിക് ഓർ ഹസാർഡസ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏത് സബ്സ്റ്റൻസും ആവാം. ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ പല ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആവാം, അല്ലെങ്കിൽ ഈ വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന സബ്സ്റ്റൻസ് പലതും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതൊക്കെ കൂടുതലായിട്ട് ഡിസ്പോസ് സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് EIA എന്ന് പറയുന്ന ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾ കൂടുതലായിട്ടും റെലവെന്റ് ആയിരിക്കുന്ന കേസുകൾ. ഓക്കെ, പിന്നെ ബെനിഫിറ്റ്സ് ആണ്. ലോവർ പ്രോജക്ട് കോസ്റ്റ് ഇൻ ലോങ് ടേം, ഇൻക്രീസ്ഡ് പ്രോജക്ട് ആക്സെപ്റ്റൻസ്, improved project design, informed decision making, environmentally sensitive decisions, increased accountability and transparency, reduced environmental damage, improved integration of projects into their environmental and social settings. Next benefits എന്ന് പറയുന്നത് potentially screens out environmentally unsound projects, proposes modified designs to reduce environmental impacts, identifies feasible alternatives, predicts significant adverse impacts, identifies mitigation measures to reduce, offset, or eliminate major impacts, engages and informs potentially affect communities and individuals. ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. EIAന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ എൻവയോൺമെന്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അസസ്മെന്റ് ഉള്ളത് കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യും. എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറക്കാൻ പറ്റും, എൻവയോൺമെന്റിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യും. മെയിൻ പോയിന്റ് എൻവയോൺമെന്റിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ്, അഡ്വേഴ്സ് ഇമ്പാക്ട്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് EIA ഡോക്യുമെന്റ്. ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഓർ റെക്കമെൻഡേഷൻ. ഈ ഒരു 3 പ്രോസസ്സിൽ കൂടിയാണ് EIA ഡോക്യുമെന്റ്, EIA റിപ്പോർട്ട് പോകുന്നത്. അത് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ, അതിൽ ഫോർ ഇൻസ്റ്റൻസ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ സൈറ്റ് ആൻഡ് ഇറ്റ്സ് ലൊക്കാലിറ്റി, ദ പ്രൊപ്പോസൽ, സ്കോപ്പിംഗ് ആൻഡ് പബ്ലിക് കൺസൾട്ടേഷൻ, ദ നോൺ ടെക്നിക്കൽ സമ്മറി. ഈ ഒരു സ്റ്റേജ് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷനിലാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊജക്ട് നമ്മൾ വെക്കുന്നുണ്ട്, ആ പ്രൊജക്ടിന്റെ സൈറ്റ്, ലൊക്കാലിറ്റി ഇതൊക്കെ അനലൈസ് ചെയ്യുക. Then analytical information to approach to and results of study, significance, conclusions and so on. Second step. Third step എന്ന് പറയുന്നത് commitments or recommendation. For instance, mitigation and enhancement and environmental management plans. ഇതൊക്കെ ഈ തേർഡ് സ്റ്റേജ് കമ്മിറ്റ്മെന്റ്സ് ആൻഡ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് മിറ്റിഗേറ്റ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക ആൻഡ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുക. എൻവയോൺമെന്റിന് നമ്മൾ EMS പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഈ തേർഡ് സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. EIA ഡോക്യുമെന്റിന്റെ തേർഡ് സ്റ്റെപ്സ് ആണ്. 3 സ്റ്റെപ്പില് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ, അനാലിറ്റിക്കൽ ഇൻഫർമേഷൻ, കമ്മിറ്റ്മെന്റ് ഓർ റെക്കമെൻഡേഷൻ. ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് EIA എന്തൊക്കെയാണ്? ഇന്റഗ്രിറ്റി, യൂട്ടിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് EIA അഡ്മിനിസ്ട്രേഷൻ അതിൽ എന്തൊക്കെയാണ്? ഇന്റഗ്രിറ്റി, യൂട്ടിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. Integrity means the EIA process should meet internationally accepted requirements and standards of practice. Utility the EIA process should provide the information which is sufficient and relevant for decision making. Then sustainability. The EIA process should result in the implementation of environmental safeguards which are sufficient to mitigate serious adverse effects and avoid irreversible loss of resource and ecosystem functions. ഈ സസ്റ്റൈനബിലിറ്റിയിൽ ഈ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പൽ, 3 കോർ വാല്യൂസ് കേട്ടോ. മൂന്നാമത്തെ വാല്യൂ ആണ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു വാല്യൂയിൽ എന്താണ് പറയുന്നത്? നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ആഡ്വേഴ്സ് ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക ആൻഡ് അവോയ്ഡ് ഇറിവേഴ്സിബിൾ ലോസ് ഓഫ് റിസോഴ്സ്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് ഓവർ കൺസംഷൻ ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇറിവേഴ്സിബിൾ ലോസ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇക്കോസിസ്റ്റം ഫംഗ്ഷൻ. ഇപ്പൊ 3 പ്രിൻസിപ്പിൾ ആണ് EIA അഡ്മിനിസ്ട്രേഷനിലുള്ളത്. 3 പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് 3 കോർ വാല്യൂസ് ഏതൊക്കെയാണ്? ഇന്റഗ്രിറ്റി, യൂട്ടിലിറ്റി, സസ്റ്റൈനബിലിറ്റി. അത് ഓർത്ത് വെക്കണേ 3 പോയിന്റ്സ്. Then screening is the first key decision of EIA process.
Screening is the process used to determine whether a proposed project or activity requires an EIA. If so, what level of environmental review is necessary? The purpose of screening is to determine whether a proposal requires an EIA or not. Some type of screening procedure is necessary because of the large number of projects and activities that are potentially subject to EIA. ഈ സ്ക്രീനിങ്ങിൽ എന്താണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ പ്രൊജക്റ്റിലും ഇ ഐ എന്ന് പറയുന്ന അസസ്മെന്റ് നടത്തണം എന്നില്ല അല്ലെ. വേസ്റ്റ് താരതമ്യേന കുറവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന കമ്പനിയും പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇ ഐ എന്ന് പറയുന്ന ഈ ഒരു അസസ്മെന്റ് യൂസ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ ഈ സ്ക്രീനിങ് സ്റ്റേജിൽ നമ്മൾ നോക്കുക ഇ ഐ എന്ന് പറയുന്ന ഈ പ്രോസസ്സ്, ഈ ഒരു അസസ്മെന്റ് ഇതിന് ആവശ്യമുള്ള പ്രൊജക്റ്റ് ആണോ, ഈ കമ്പനിക്ക് ഇത് റിക്വയർ ആണോ, കമ്പനിക്ക് ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ നോക്കുന്നത്. വെദർ എ പ്രൊപ്പോസൽ റിക്വയർസ് EIA ഓർ നോട്ട്. അതാണ് സ്ക്രീനിങ്ങിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. സ്ക്രീനിങ്ങിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ദ പേർപ്പസ് ഓഫ് സ്ക്രീനിങ് ഈസ് ടു ഡിറ്റർമിൻ വെദർ എ പ്രൊപ്പോസൽ റിക്വയർസ് ആൻ EIA ഓർ നോട്ട്. ഈ EIA അസസ്മെന്റ് ഇതിന് നീഡായിട്ടുണ്ടോ, ആവശ്യകതയുണ്ടോ, അതാണ് ഈ സ്ക്രീനിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ ഒരു പ്രൊജക്ടിന്റെ സ്ക്രീനിങ്ങിൽ നടക്കുന്നത്. ദെൻ സ്കോപ്പിംഗ്. Scoping is a critical early step in the preparation of EIA. The scoping process identifies the issues that are likely to be of most importance during the EIA and eliminates those that are of little concern. Typically, this process concludes with the establishment of terms of reference for the preparation of EIA. A quality scoping study reduces the risk of including inappropriate components or excluding components which should be addressed in an environmental assessment. ആദ്യം സ്ക്രീനിങ് നടത്തുക, ദെൻ EIA ആവശ്യമുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ സ്കോപ്പിംഗ്. സ്കോപ്പിംഗ് ഇസ് എ ക്രിട്ടിക്കൽ ഏർലി സ്റ്റെപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് EIA റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്കോപ്പിംഗ്. ഓക്കെ, ദെൻ നമുക്ക് ഈ EIA റിപ്പോർട്ടിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് അനലൈസ് ചെയ്യാം. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? It is not always possible to emphasize the interdisciplinary character, although this is essential. They use predictive methods based on scientific information that is not always available. They use abstract concepts which cannot always competed with the science and incorporate quantifiable data. They need data that are all at the same level and exchangeable on compatible scale. Limitations in environmental impact studies. EIA assessment in environmental impact assessment in പല ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? They use predictive methods based on scientific information that is not always available. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ ആണ്. ഓർത്ത് നോക്കുക, we use predictive methods based on scientific information that is not always available. Then it is not always possible to emphasize the interdisciplinary character, although this is essential. They use abstract concepts which cannot always compete with science. They need data that are all at the same level, exchangeable on compatible scales. ലിമിറ്റേഷൻസ് 4 ലിമിറ്റേഷൻസ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ദെൻ EIAയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ്. The use of EIA at different levels of decision making is growing significantly. There is well-developed support infrastructure from professional groupings to support units in international agencies and to national environmental agencies. So, well-developed support infrastructure from professional groupings to support units in international agencies and to national environmental agencies. A vibrant community of researchers and practitioners learning through case studies and theory-based analysis. ഇതൊക്കെയാണ് ഇതിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലിമിറ്റേഷൻസിന് മുന്നേ അഡ്വാൻറ്റേജസ്, ഈ കൺക്ലൂഷനിൽ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. EIAയുടെ അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസ്. വീക്ക്നെസ് എന്ന് പറയുന്നത് there is concern in many countries over the poor quality of impact assessment information. Achieving significant change in practice
to improve EIA quality means overcoming enriched professionals and perspectives which can be very difficult. Therefore, there is a significant gap between the best practice thinking represented in the research, practice literature, and application of EIA on the ground. I strengthen വീക്ക്നെസ്സും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ.